ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഡെൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്നും ടൊറോണ്ടോയിലേക്കുള്ള ട്രാവൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങളുടെ വീട്ടുകാരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കാനഡയിലേക്കുള്ള ജേർണി ആരംഭിച്ചു. കയറിയ ഉടനെ തന്നെ ഫസ്റ്റ് ചെക്കിനും ബാഗേജ് ഡ്രോപ്പിങ്ങും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷൻ, അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങും. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണിച്ച് പ്രോസസ്സ് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ നടന്നു. രാത്രി സമയം ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തിരക്കും അനുഭവപ്പെട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്കും അബുദാബി നിന്ന് പിന്നെ ടൊറോണ്ടോയിലേക്കും ആയിരുന്നു. അപ്പോൾ എമിറേറ്റ്സ് വഴിയായിരുന്നു ഞങ്ങൾ ഫ്ലൈ ചെയ്തത്. ട്രിവാൻഡ്രം ടു അബുദാബി ഓൾമോസ്റ്റ് 4 hours 50 minutes ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ അബുദാബിയിൽ നിന്ന് ടൊറോണ്ടോയിലേക്ക് 14 hours 15 minutes ഫ്ലൈറ്റും. ടോട്ടൽ ഒരു 18.5 hours ജേർണി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ അബുദാബിയിൽ നിന്നുള്ള ടൊറോണ്ടോയിലേക്കുള്ള ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് മൊത്തം അബുദാബിയിൽ ഓൾമോസ്റ്റ് 8 hours ലേ ഓവർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലെഗ് ഓഫ് ദി ജേർണി ആക്ച്വലി വേഗം കഴിഞ്ഞായിരുന്നു. നമ്മൾ അത്യാവശ്യം ടയേർഡ് ആയിരുന്നുകൊണ്ട് നല്ലോണം ഉറങ്ങുകയും ചെയ്തായിരുന്നു. അവരിടയ്ക്ക് ഫുഡ് സെർവ് ചെയ്തു, അപ്പോൾ അത് കഴിച്ചു. ബട്ട് മോസ്റ്റ്ലി നമ്മൾ ഉറങ്ങുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അബുദാബി ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ ട്രാൻസ്ഫേഴ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയും അടുത്ത ഫ്ലൈറ്റിൻ്റെ, അതായത് ടൊറോണ്ടോയിലേക്കുള്ള നെക്സ്റ്റ് ഫ്ലൈറ്റിന് ബോർഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യായിരുന്നു ചെയ്തത്. അവിടെ സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ടായിരുന്നു അതിന് മുന്നേ ആയിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എയർപോർട്ട് കുറച്ച് കറങ്ങി നടന്ന് എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാണിക്കാം. ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ ഒരു 2 hours മുന്നേ തന്നെ അവർ ഫ്ലൈറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്കിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം അവർ വീണ്ടും ഒന്നുകൂടി നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യാൻ, അതിനകത്ത് എന്താ ഉള്ള കണ്ടൻറ്റ്സൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യുകയും ചെയ്തിട്ട് നമ്മൾ വേറെ സെക്ഷനിലേക്ക് ഇരുത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 1 hour ബിഫോർ ദ ഫ്ലൈറ്റിന് അവർ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർ വിൻഡോസ് എല്ലാം ഡിമ്മർ വെച്ച് ഡിം ചെയ്തു. അപ്പോൾ നമുക്ക് പിന്നെ പുറത്ത് രാത്രിയാണോ പകലാണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിശപ്പും വേറെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല. പിന്നെ നമ്മളും ടയേർഡായതുകൊണ്ട് മോസ്റ്റ്ലി ഉറങ്ങുകയും പിന്നെ മൂവീസ് കാണുകയായിരുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. വെജിറ്റേറിയൻ ഓപ്ഷൻസ് കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു. ആദ്യം കുറച്ച് പേർക്കേ ആകെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ നമ്മളത് പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ട് കണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ കുറച്ച് ഓൾട്ടർനേറ്റീവ് ഫുഡ് ഓപ്ഷൻസ് കൈ കരുതാവുന്നതാണ്. ലോങ് ജേർണി ആയതുകൊണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പാടാവാം. അതുപോലെ തന്നെ നമ്മളുടെ സീറ്റിലുള്ള എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വഴി നമ്മുടെ ഫ്ലൈറ്റിൻ്റെ റൂട്ട് എങ്ങനെയാണെന്നുള്ളതും നമ്മളിപ്പോൾ എവിടെ എത്തി, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്പീഡ്, ഓൾട്ടിറ്റ്യൂഡ്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു രസം തന്നെയാണ്. പിന്നെ നമുക്ക് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ, ഇനി ബാക്കി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്ര മിനിറ്റ്സ് ബാക്കിയുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാച്ചിലെ ടൈമിങ്സ് ഡെസ്റ്റിനേഷനിലെ ടൈമിംഗ് ആയിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മെൻ്റലി കുറച്ചുകൂടി എളുപ്പം പ്രിപ്പയർഡ് ആവാനും സിങ്ക് ആവാനും സഹായിക്കും. സോ ജെറ്റ് ലാഗ് ഒഴിവാക്കാൻ അത് ഡെഫിനറ്റ്ലി കുറച്ച് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 14 hours ജേർണി കഴിഞ്ഞ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് ഒരു 1 hour മുന്നേ അവർ വിൻഡോസിലെ ഡിമ്മേഴ്സൊക്കെ മാറ്റി നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് വ്യൂ ഓഫ് കാനഡ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് അറൈവൽ സെക്ഷനിലേക്കാണ്. അവിടെ നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് നമുക്കൊരു അറൈവ് ക്യാൻ്റെ റെസിപ്റ്റ് എടുക്കാൻ പറ്റും. അതും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസറുടെ അങ്ങോട്ടേക്ക് പോകും. ഇമിഗ്രേഷൻ ഓഫീസർ നമ്മളോട് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുകയും COPR ഡോക്യുമെൻറ്റ് സ്റ്റാമ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ PR കാർഡ് അവർ ഏത് അഡ്രസ്സിലേക്കാണോ അയച്ചു തരേണ്ടത് ആ അഡ്രസ്സ് നമ്മളപ്പോൾ അവിടെ ഓഫീസർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ബാഗേജ് കളക്ഷൻ ഏരിയയിലേക്കാണ്. അവിടെ നമ്മുടെ ലഗേജ് ഐഡൻറ്റിഫൈ ചെയ്ത് കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന സമയത്ത് കോവിഡ് ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അവർ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ആൾക്കാർ കോവിഡ് ടെസ്റ്റിങ്ങിന് അയച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാവരെയും അവർ കോവിഡ് ടെസ്റ്റിങ്ങിന് അയക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട്
അതിൻ്റെ കോവിഡ് ടെസ്റ്റിൻ്റെ സാമ്പിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കസ്റ്റംസിൻ്റെ സെക്ഷനിലേക്ക് പോവും. അവിടെ നമ്മൾ ഇനി ഭാവിയിൽ നെക്സ്റ്റ് ഇയേഴ്സിൽ നമ്മൾ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്തെങ്കിലും ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ്സ് ടു ഫോളോ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൽ നമുക്കത് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പം ആ ഡോക്യുമെൻറ്റ് നമ്മൾ ഇപ്പം അവിടുത്തെ ഓഫീസറുടെ നിന്ന് സ്റ്റാമ്പ് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ എയർപോർട്ടിലെ മെയിൻ പ്രൊസീജിയേഴ്സ്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാവുന്നതാണ്. അപ്പം ഇത്രയായിരുന്നു ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ.